അതായത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ഈ നഷ്ടം നികത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്? ഈ വർഷം തന്നെയുള്ള 6-7 മാസമുണ്ട്, മാർച്ച് വരെ. ആ സമയത്ത് ഈ വലിയ വരുമാനം കട്ടിങ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകം. അത് തരണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനേ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം വിഷമകരമായ കാര്യമാണ്. ഞങ്ങൾ അതിൻ്റെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത നോട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പ്രസംഗം തന്നെയാണ്, അവിടെ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു രൂപം തന്നെയാണ്. അക്കത്തായിട്ട് കൊടുത്തേക്കുന്ന പ്രസംഗമാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി തരും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂന്നാമതൊരു പ്രത്യേക വിഷയം കൂടി കേരളം ഉന്നയിച്ചു. അത് ലോട്ടറി സംബന്ധിച്ചാണ്. ലോട്ടറി സംബന്ധിച്ച് ഞാൻ സംസാരിച്ചതിനകത്തും കൊടുത്ത പ്രസംഗത്തിലും ലോട്ടറിക്ക് 28% നിന്ന് 40% ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആകെ പേപ്പർ ലോട്ടറി എന്ന് പറയുന്നത് 2 സംസ്ഥാനത്തേ ഉള്ളൂ, കേരളവും ബംഗാളും. നേരിട്ട് പേപ്പർ ലോട്ടറി നടത്തുന്ന ഒരൊറ്റ സംസ്ഥാനമാണ് കേരളം. ബംഗാളിൽ അത് ലൈസൻസീസിന് കൊടുക്കുകയാണ്. ഈ ലോട്ടറിയുടെ നികുതി പിരിക്കുന്നതിന് വേറെ ഒരു സാങ്കേതികത്വവും ഇല്ല. സംസ്ഥാന ഗവൺമെൻറ് ഒറ്റ പോയിന്റിൽ നിന്ന് നികുതി പിരിക്കും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പകുതി കേന്ദ്രത്തിന് കൊടുക്കും. ഞങ്ങൾ പറഞ്ഞു ഇത് 40% പോകുമ്പോൾ ഗാംബ്ലിങ്ങിൻ്റെ ചൂതാട്ടത്തിൻ്റെ ഒക്കെ കൂട്ടാണ് ഇത് കൊണ്ടുപോയത്. അത് പിന്നെ കാസിനോസിൻ്റെ കൂടെ. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 2 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നൊരു സാധാരണക്കാരുടെ ജീവിത വരുമാന മാർഗ്ഗമാണ്. അതുകൊണ്ട് അങ്ങനെ അത് കൊണ്ടുവരരുത്. ഈ ടാക്സ് ഒന്നേ അതേ നിൽക്കണം. അല്ലെങ്കിൽ ഈ ലോട്ടറിയൊക്കെ സ്റ്റേറ്റുകളുടെ ടാക്സിൽ പോടണം. ടാക്സ് ഒന്നും കുറയ്ക്കുന്നില്ല, ഇതേ ടാക്സ് അവർ തുടരാം, സ്റ്റേറ്റുകൾക്ക് വിടണം. അത് കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല 40%-ലേക്ക് നിൽക്കുന്നു. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറയുകയും ചെയ്തു. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ലോട്ടറി ഇത്രയും പേർക്ക് വരുമാനം ഉണ്ടാകുന്ന കേരളത്തിൻ്റെ ലോട്ടറിയുടെ പ്രത്യേകത ഇത് മുഴുവൻ ജനങ്ങൾക്ക് തന്നെ സമ്മാനമായിട്ടും അതുപോലെ തന്നെ കമ്മീഷനായിട്ടും പോകുന്നതാണ്. അല്ലാതെ വേറെ ആർക്കും ഇതിൻ്റെ അക്കൗണ്ട് ഇല്ലാത്തതൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് നടന്നിട്ടില്ല. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ. കാരണം ഏജന്റുമാരായി രജിസ്റ്റർ ചെയ്തത് മാത്രമല്ലാതെയും ഒരു ദിവസം ഒരു 10-20 ലോട്ടറിയൊക്കെ എടുത്തുകൊണ്ട് വിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ സബ് ഏജന്റുമാരായിട്ട്. ഇപ്പോൾ 28ആണ്. ഇപ്പോൾ ഉള്ള 28 തന്നെ നിലനിർത്തണം. കാരണം അങ്ങനെ സിസ്റ്റത്തിലാണല്ലോ. ഇപ്പോൾ ഓണം ബമ്പർ അടിച്ചു, ക്രിസ്മസിൻ്റെ എല്ലാം അടിച്ച് നേരത്തെ കൊടുക്കുമല്ലോ. അപ്പോൾ അടിക്കുമല്ലോ. ഇതൊക്കെ ലോങ് പ്ലാനിങ് ആണല്ലോ. അല്ല, നമ്മൾ പറഞ്ഞു ഇപ്പം ചില ഐറ്റങ്ങൾ സംസ്ഥാനങ്ങൾ മാത്രമല്ലേ, ഇതൊരു ഇൻ്റർ സ്റ്റേറ്റ് അല്ല. ഇതിന് ടാക്സ് പിരിക്കാനോ വേറെ കണക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ പറ്റുന്ന ചെയ്തേക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള ഐറ്റം ഉണ്ട്. GST പരിഷ്കരണത്തിൽ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ.